ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദർശന സമയം നീട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി വീണ്ടും നട തുറക്കുമ്പോൾ ദർശനത്തിന് വേണ്ട സൗകര്യങ്ങളും ഒരുക്കി ക്രമീകരണങ്ങൾ ആ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രവീൺ, നിലയ്ക്കലിൽ ഇപ്പോൾ വാഹനം തടഞ്ഞ് അവിടെയുള്ള ക്രമീകരണങ്ങൾ ആ രീതിയിൽ, അതായത് അവിടെ നിന്ന് കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക എന്നുള്ളൊരു നടപടിയാണ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും കാണുന്ന ആ ദൃശ്യങ്ങൾ ഒരാശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേരത്തെ DGP പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. ആ രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ കഴിയുന്നുണ്ടോ പോലീസിന്? ഇപ്പോൾ നാം ഈ ദൃശ്യത്തിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി ഏതാനും മണിക്കൂറുകൾ ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് ഭക്തർ കൂടുതൽ എത്തുകയും അത് പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ നൂറുകണക്കിന് ഭക്തർ 18-ാം പടി വഴി ആ തിങ്ങിയ ഇടത്തിൽ കൂടി, നമുക്കറിയാം 18-ാം പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതിയും വലിപ്പവും ഒക്കെ വളരെ കുറവാണ്. ഒരേ സമയം നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ ആ പടി ചവിട്ടി മുകളിലേക്ക് കയറാൻ കഴിയും. പക്ഷേ ആയിരക്കണക്കിന് ഭക്തർ ഒരേ സമയം 18-ാം പടിക്ക് താഴെ തടിച്ചുകൂടുകയും ഒരേ സമയം തന്നെ 100-150-ലധികം പേർ 18-ാം പടി ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുമ്പോൾ പോലീസും നിസ്സഹായരായി പോകും. അതാണ് ഇവിടെ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഇപ്പോൾ നാം ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ പോലീസ് ഏതായാലും ഈ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തെ തിരക്ക് മാത്രമാണ് ഉള്ളത്. അതിന് പുറകുവശത്ത് കാണാം. നമുക്കിപ്പോൾ ആലിൻ്റെ ആ ഭാഗത്ത് ഇടതുവശത്ത് നമുക്ക് കാണാം അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനർത്ഥം പോലീസ് ഇപ്പോൾ പൂർണ്ണമായും, അതായത് തിരക്ക് പൂർണ്ണമായും പോലീസിൻ്റെ കൺട്രോളിലാണ്. വലിയ നടപ്പന്തലിൻ്റെ മുൻവശം ആ ഭാഗം പടിക്കെട്ട് കയറി ആലിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഭക്തരില്ല. അതിനർത്ഥം ഈ വലിയ നടപ്പന്തൽ ഭാഗത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ്. അതിനുശേഷം ആലിൻ്റെ ഭാഗത്ത് 18-ാം പടിക്ക് തൊട്ട് മുൻവശത്ത് കാണുന്ന ഈ ഭാഗം, ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഭാഗം, അവിടെ ഇപ്പോൾ തിരക്ക് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. നമുക്ക് മുൻവശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കും. അവരിപ്പോൾ നിരന്നു നിന്ന് അവിടെ നിയന്ത്രിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ മൂന്നാമത്തെ ഘട്ടം, അതാണ് ഈ 18-ാം പടിക്ക് താഴെ കാണുന്ന ഈ ഒരു ക്രൗഡാണ് നേരത്തെ ADGP ശ്രീജിത്ത് മുതൽ അവരെ ഉൾപ്പെടെ ഭയചകിതരാക്കിയത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. നമുക്കറിയാം 18-ാം പടിക്ക് താഴെ 1000-ഓ 2000-ഓ അതിൽ കൂടുതൽ ആളുകളൊക്കെ തിങ്ങി നിന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അതാണ് പോലീസിനെ അല്പം അങ്കലാപ്പിലാക്കിയത്. ഇപ്പോൾ ഏതായാലും ഇതിന് താഴേക്കുള്ള ഭാഗത്ത് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നൊരു ക്രൗഡ് മാത്രമാണുള്ളത്. അതായത് 18-ാം പടിക്ക് താഴെയുള്ള ഈ ക്രൗഡ്. ഇത്രയും പേരെ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൽക്കാലം ഇവിടുത്തെ ഒരു പ്രതിസന്ധി മാറി എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതിന് തൊട്ടുപുറകിൽ ഇപ്പോഴും നൂറുകണക്കിന് ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് വലിയ നടപ്പന്തലിലും. പിന്നീട് അങ്ങോട്ട് പമ്പയിൽ നിന്നും ഈ വലിയ നടപ്പന്തൽ വരെയുള്ള മരക്കൂട്ടം, ശരംകുത്തി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം ഓരോ പോയിന്റുകളുണ്ട്. ആ ഓരോ പോയിന്റുകളിൽ ഭക്തരെ ഇങ്ങനെ നിർത്തി അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. ഇപ്പോൾ മഴ കൂടി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ചാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ശബരിമലയിൽ ഈ മഴ കൂടുതലായി ശക്തിയായി പെയ്യുമ്പോൾ ഭക്തരുടെ എണ്ണം, അത് ഈ ഭക്തർക്ക് മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവർ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നൊരു കാഴ്ചയുണ്ട്. ഇപ്പോൾ ഏതായാലും നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇനിയിപ്പോൾ 2:30 ആകുന്നു. കൃത്യം 3 മണിക്ക് തന്നെ വീണ്ടും നട തുറക്കും. സാധാരണ 1 മണിക്കാണ് നട അടയ്ക്കുന്നത്. അതിനുശേഷം 3 മണിക്ക് തുറക്കും. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് തന്ത്രിയുടെയൊക്കെ അനുമതിയോടുകൂടി തന്നെ, കാരണം ഇവിടെ തിരക്ക് അനിയന്ത്രിതമായി പോകുമ്പോൾ പോലീസ് സ്വാഭാവികമായും തന്ത്രിയൊക്കെ അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കും. അവരുടെ കൂടി അറിവോടുകൂടി തന്നെയാണ്, അവരുടെ കൂടി നിർദ്ദേശപ്രകാരം തന്നെയാണ് തിരക്ക് എങ്ങനെയെങ്കിലും നിയന്ത്രിക്കണം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 1 മണിക്ക് നട അടയ്ക്കേണ്ട 2 മണിക്ക് നട അടച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. അതായത് 1 മണിക്കൂർ കൂടി ദർശന സമയം കൂട്ടി നൽകി. അതുകൊണ്ട് കൂടി തന്നെയാണ് ആ 1 മണിക്കൂർ ദർശന സമയം കൂട്ടി നൽകിയതുകൊണ്ടുകൂടി തന്നെയാണ് വലിയ പ്രതിസന്ധി ഒഴിവായി പോയത്. കാരണം അത്രയും നേരം, അതായത് 1 മണിക്കൂർ സമയം ഭക്തർ ദർശനം നടത്തി അവരെ മറുഭാഗത്തു കൂടി പറഞ്ഞു വിടാൻ പോലീസിന് സാധിച്ചു. ഏതായാലും ഇപ്പോൾ മഴ ചാറുന്നുണ്ട്, മഴ ശക്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയം തന്നെയാണ്. 18-ാം പടിക്ക് മുകളിലും ഭക്തരെ ഈ ഫ്ലൈ ഓവർ ഭാഗത്ത് അവരെ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനെയും 3 മണി സമയം വരെ പോലീസ് കാത്തു നിൽക്കും. ആ 3 മണി സമയത്ത് വലിയ തിരക്കില്ലാത്ത രീതിയിൽ ദർശനം നടത്തത്തക്ക രീതിയിലുള്ള ഭക്തരെ മാത്രമേ ഈ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറ്റിവിടുന്നുള്ളൂ. ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ കാണുന്ന അത്രയും ആളുകളെ, ഭക്തരെ മുകളിലേക്ക് കയറ്റിവിടും. അത്രയും ഭക്തരെ മുകളിലേക്ക് കയറ്റിവിട്ട ശേഷം മാത്രമേ
ഇപ്പോൾ ആലിൻ്റെ ഭാഗത്ത്, അതായത് വലിയ നടപ്പന്തലിൻ്റെ മുകളിൽ പടിക്കെട്ട് കയറി മുകളിൽ വന്ന് നിൽക്കുന്ന ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ, ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും നേരത്തെ അല്പസമയം മുമ്പ് വരെ വലിയ തിരക്കായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവർ വെള്ളം കിട്ടാതെയും ലഘുഭക്ഷണം കിട്ടാതെയും ഒക്കെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ കൂടി ഉണ്ടായി. ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഭക്തർ ഇതര സംസ്ഥാനക്കാരായ അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ തന്നെയാണ് ആ ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ വെള്ളം കിട്ടാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, കാരണം കുട്ടികളാണ്, അവർക്കൊന്നും ഈ വലിയവർക്ക് പിന്നെയും അയ്യപ്പനെ കാണാൻ എന്നുള്ളൊരു രീതിയിൽ അവർ ആ രീതിയിൽ അത് സഹിച്ചു നിൽക്കുന്നവരെ കാണാം. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതല്ല. അപ്പോൾ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള ക്രമീകരണങ്ങൾ അവിടെ നിൽക്കുന്ന ഇപ്പോഴും 10-12 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ അവർക്ക് ഭക്തർക്ക് എത്തിച്ചു നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടോ അവിടെ? സാധാരണ നമ്മൾ പമ്പയിൽ നിന്നും മലകയറ്റം ആരംഭിച്ചാൽ അത് സന്നിധാനത്തെത്തുന്നവരെ 4.25 കിലോമീറ്റർ ദൂരമാണുള്ളത്. 4.25 കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ അത് കുത്തനെയുള്ള, നമുക്കറിയാം, മലകയറ്റം. അത് 2 വഴിയാണുള്ളത്. ഒന്ന് പരമ്പരാഗത പാത, അതായത് നമ്മൾ ഇരുമുടി കെട്ടൊക്കെ നിറച്ച് സന്നിധാനത്തേക്ക് പോകുന്ന പരമ്പരാഗതമായിട്ടുള്ള പാത. മറ്റൊന്ന് സ്വാമി അയ്യപ്പൻ റോഡാണ്. അത് സാധാരണ ഈ തീർത്ഥാടന കാലത്ത്, അതായത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് മല ഇറങ്ങി പോകുമ്പോൾ മാത്രം ഭക്തരെ അതുവഴി ഇറക്കി വിടും. അതായത് ഒരു വഴിയിൽ കൂടി ഭക്തരെ മുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നു, മറ്റൊരു കാനന പാതയിൽ കൂടി ഭക്തരെ തിരിച്ച് ഇറക്കി വിടുന്നു. അങ്ങനെ 2 വഴികളിൽ കൂടിയാണ് ഇവിടെ തിരക്കൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷേ പലപ്പോഴും തിരക്ക് നിയന്ത്രണാതീതമാകുമ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയും, അതായത് ട്രാക്ടറൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് സ്വാമി അയ്യപ്പൻ റോഡ് എന്നുള്ളത്. മറ്റൊന്ന് ഈ പടിക്കെട്ടുകളാണ്. അത് പൂർണ്ണമായും, അതായത് പമ്പ മുതൽ സന്നിധാനം വരെ അത് പടിക്കെട്ടുകൾ കൂടി ചവിട്ടിക്കയറേണ്ട പാതയാണ് ഒരു പാത. അതാണ് ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള പാത. മറ്റൊന്ന് വാഹനം, അതായത് ട്രാക്ടർക്ക് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു റോഡാണ് സ്വാമി അയ്യപ്പൻ റോഡ്. സാധാരണഗതിയിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർ അതുവഴി കടത്തിവിടും. പക്ഷേ പലപ്പോഴും തിരക്ക് കൂടുകയാണെങ്കിൽ പമ്പയിൽ നിന്നും അവിടെ നിന്ന് കെട്ടി നിറച്ച് വരുന്ന സ്വാമികൾ, അല്ലെങ്കിൽ കെട്ടുമായി വരുന്ന സ്വാമിമാരൊക്കെ ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മുകളിലേക്ക് പോകും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഭക്തർ വരും, മല കയറാൻ ആ വഴി തന്നെ ഉപയോഗിക്കും. ഇപ്പോൾ ഏതായാലും ഈ കാണുന്നൊരു തിരക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പമ്പയിൽ നിന്നും അത് കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല. അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും കൂടുതൽ ഭക്തർ നിലയ്ക്കൽ ഭാഗത്തുകൂടി പമ്പയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടയാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും തൽക്കാലത്തേക്ക് പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പമ്പയിലുള്ള ഭക്തരെ അത് ഈ ഭാഗത്തെ, അതായത് സന്നിധാനത്തെ സ്ഥിതിഗതികൾ നോക്കിക്കണ്ട ശേഷം എത്ര ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടണമെന്ന് പോലീസ് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം മാത്രമായിരിക്കും മല ചവിട്ടാൻ അനുവദിക്കുക. അതായത് ഇപ്പോൾ ഈ സന്നിധാനത്തെ ഒരു പ്രതിസന്ധി തീരുന്നത് വരെ നിയന്ത്രണങ്ങൾ തുടരും എന്നർത്ഥം. ഏതായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായും പോലീസിൻ്റെ കൈകളിൽ തന്നെ തിരക്ക്, അത് അവർ വളരെ പാടുപെട്ട് തന്നെ തിരക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോഴും ഉള്ളത്, ഇനിയും ഇപ്പോൾ 3 മണി ആകുമ്പോഴാണ് ഇനിയിപ്പോൾ നട തുറക്കുക. താഴെ നിന്നും ഭക്തർ കയറി വരുന്നുണ്ട്. കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. വലിയ നടപ്പന്തലിൽ നാം 1 മണിക്ക് മുമ്പ് തന്നെ വലിയ നടപ്പന്തലിൽ നിന്നും ഭക്തരുടെ പ്രതികരണങ്ങൾ എടുത്തിരുന്നു. ആ സമയം അവർ പറഞ്ഞത് 1 മണിക്ക് മുമ്പ്, അതായത് അതിനു മുമ്പ് ഒരു 4-5 മണിക്കൂറായി അവർക്ക് വലിയ നടപ്പന്തലിൽ തന്നെ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഈ മല ചവിട്ടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നടപ്പന്തലിലേക്കാണ് ആദ്യം പ്രവേശിക്കുക. അതിന് ഏകദേശം ഒരു 600 മീറ്ററോളം ദൂരമുണ്ട് വലിയ നടപ്പന്തൽ. അത്രയും ദൂരത്തിൽ ക്യൂ ആണ്. അത് 4-5 ഭാഗങ്ങളായി തിരിച്ചാണ്, അതായത് 5 ക്യൂ സംവിധാനങ്ങളാണ്, 5-6 ക്യൂ സംവിധാനങ്ങളാണ് അവിടെയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊച്ചുകുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് അങ്ങനെയുള്ള ഭക്തർക്കായിട്ട് പ്രത്യേകം ക്യൂ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് കുട്ടികളുമായി വരുന്നവർക്ക് ആ ക്യൂവിൽ കൂടി വളരെ പെട്ടെന്ന് ഈ 18-ാം പടി ഭാഗത്തേക്ക് എത്തിച്ചേരാം. ഇപ്രാവശ്യവും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പാളിപ്പോകും. അതായത് എല്ലാ ക്യൂവിൽ കൂടെയും ഭക്തർ ഇരച്ചു കയറും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. ഏതായാലും 1 മണി വരെ നാം ചോദിച്ചപ്പോൾ ഭക്തർ പറഞ്ഞത് 3-4 മണിക്കൂറോളമായി അവർ അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ കുടിവെള്ളവും ഒപ്പം തന്നെ ലഘുഭക്ഷണവും ഒക്കെ ഭക്തർക്ക് കൊടുക്കുന്നത്, അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വലിയ
വലിയ നടപ്പന്തലിൽ അവിടെ ഭക്തർക്ക് വെള്ളം സമയാസമയങ്ങളിൽ കൊടുക്കുന്നതിനായി ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് ചുക്കുവെള്ളം ഉൾപ്പെടെ അവിടെ ലഭ്യമാണ്. അത് നമുക്കറിയാം ഇവിടെ പ്ലാസ്റ്റിക് നിരോധനമുള്ള സ്ഥലമാണ്. കുപ്പിവെള്ളം പമ്പയിലോ സന്നിധാനത്തോ ഒന്നും ലഭ്യമല്ല. ഇവിടെ ആകെയുള്ളത് ഈ തുറക്കുക. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഭക്തരെ ദർശനത്തിന് എല്ലാ ഭക്തർക്കും ദർശനം നൽകുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ എത്താം. പ്രവീൺ പുരുഷോത്തമനിലേക്ക്